നമ്മുടെ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ E85 പെട്രോൾ പമ്പ് ഇനോഗ്രേറ്റ് ചെയ്തു. ഈ വർഷം തന്നെ 500 പമ്പുകൾ ഇന്ത്യ മുഴുവനായിട്ട് വരുമെന്നും 2027 5000 ചെല്ലാൻ പമ്പുകൾ കൂടി വരും എന്ന് പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ ഉടൻ സമീപ ഭാവിയിൽ തന്നെ E100, അതായത് 100% എന്ന് വെച്ചാൽ ആൽക്കഹോൾ മാത്രം ഉള്ള ഒരു ഫ്യൂവലും E100 എന്ന് പറയുന്ന ഒരു ഫ്യൂവലും വരും എന്ന് അദ്ദേഹം പറഞ്ഞു. അത് മാത്രമല്ല, അദ്ദേഹം ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കളോട് ഇനി ഇറക്കുന്ന കാറുകളിൽ നിങ്ങൾ ഫ്ലക്സ് ഫ്യൂവൽ കമ്പൈലന്റ് ആയിട്ടുള്ള എഞ്ചിനുള്ള കാറുകൾ ഇറക്കണം എന്നും ആവശ്യപ്പെട്ടു. അപ്പൊ ഇതിന് വളരെ മിക്സഡ് ആയിട്ടുള്ള പ്രതികരണങ്ങളാണ് ഞാൻ കണ്ടത്. വളരെ നെഗറ്റീവായിട്ടുള്ള ഈ നിതിൻ ഗഡ്കരിയുടെ മകന് ഒരു ഡിസ്റ്റിലറി ഉണ്ട്, അയാളെ അംബാനിക്ക് മുകളിലുള്ള കോടീശ്വരനാക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢതന്ത്രമാണ് ഇതിന്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഒട്ടും സയന്റിഫിക്കലോ അല്പം ബോധമോ ഇല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഞാൻ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പോസ്റ്റ് ചെയ്ത എല്ലാവരുടെ അടിയിലുള്ള കമന്റുകൾ വായിച്ചത്. നമ്മുടെ മനുഷ്യർക്ക് ഇത്ര വിവരമില്ലാത്തവരായി പോയല്ലോ, അല്ലെങ്കിൽ ഇത്ര രാഷ്ട്രീയ അന്ധത കൊണ്ട് സ്വബോധം നശിച്ചു പോയല്ലോ എന്ന് എനിക്കത് കണ്ടപ്പോൾ തോന്നി. അതിനൊരു കാരണമുണ്ട്. ഒരു കാരണം എന്ന് പറയുന്നത്, ഈ പെട്രോളിയം എന്ന് പറയുന്ന സംഗതി അത് ഇനിയിപ്പോ ഗൾഫ് രാജ്യങ്ങളോ മറ്റു രാജ്യങ്ങളോ എത്ര തന്നെ തരാമെന്ന് വെച്ചാലും ഈ പെട്രോളിയത്തിന് 2 പ്രധാന മിസ്റ്റേക്കുകളുണ്ട്. പെട്രോളിയത്തിന്റെ യുഗമൊക്കെ എന്നേ കഴിയേണ്ടതാണ്. പെട്രോളിയത്തെ നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ട കാലം പണ്ടേ കഴിഞ്ഞതാണ്. അത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അത് ഒരാള് നമുക്ക് വേണ്ടി ബാങ്കിൽ കുറച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് തന്ന പോലെയാണ്. എന്നിട്ട് അയാൾ മരിച്ചുപോയി. അപ്പൊ ഇനി ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇനി അയാൾ പൈസ തരില്ല. നമ്മൾ അതിങ്ങനെ കുറച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് തീരുമെന്നെങ്കിൽ അധികം താമസിയാതെ പെട്രോളിയം റിസോഴ്സസ് തീരും. ഇപ്പോഴത്തെ രീതിയിൽ കൺസ്യൂം ചെയ്തു പോയാൽ ഉറപ്പായിട്ടും. അതായത് ഇതൊരു നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. പുതുക്കാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല. തീർന്നു അത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് പൈസ ഇടാൻ പറ്റാത്ത ഒരു ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം പോലെയാണ്. വലിക്കും തോറും കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും ഇത് തീരും. രണ്ടാമത്തെ പ്രശ്നം പറയുന്നത്, ഈ പെട്രോളിയം ഇന്ധനം, അത് ഡീസൽ ആയാലും പെട്രോൾ ആയാലും ഇനി ഏവിയേഷൻ ടർബോ ഫ്യൂവൽ എന്ന് പറയുന്ന ATF ആയാലും എന്തായാലും അതിനകത്ത് മുഴുവൻ ധാരാളം സൾഫർ കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഇത് കത്തുമ്പോ നമ്മൾ എത്ര തന്നെ ഈ കാറ്റലിസ്റ്റിക് കൺവെർട്ടറുകൾ ഉപയോഗിച്ച് എക്സോസ്റ്റിനെ ട്രീറ്റ് ചെയ്താലും ധാരാളം അതിനകത്തുനിന്ന് നൈട്രജന്റെ ഓക്സൈഡ്സും പിന്നെ ഗ്രൗണ്ട് ലെവൽ ഓസോണും പിന്നെ സൾഫറിന്റെ ഓക്സൈഡ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാർബൺ ഡയോക്സൈഡ് വേറെ. അപ്പൊ ഇങ്ങനെ ഈ പൊല്യൂഷൻ ഭയങ്കരമാണ്. പിന്നെ പാർട്ടിക്കുലേറ്റ് മാറ്റർ, ഡീസലിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഡീസലിന്റെ അന്ന് വരുന്ന ഈ 2.5 അല്ലെങ്കിൽ 1 അതിന് മുകളിലേക്കുള്ള പാർട്ടിക്കുലേറ്റ് മാറ്ററാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഗതിയാണ്. നമ്മളാരും അതത്ര കൗണ്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള പൊല്യൂട്ടൻസ് ധാരാളം പുറത്ത് വിട്ട്, ഇപ്പൊ നിങ്ങൾക്കറിയാലോ നമ്മുടെ നാട്ടില് ഡൽഹിയിൽ ഇപ്പോ വെഹിക്കിൾ പൊല്യൂഷൻ കാരണം മനുഷ്യർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ പല രീതിയിൽ അവര് അതിനെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 2 കാരണങ്ങൾ കൊണ്ട്, ഒന്നാമത് ഇത് ബാങ്കിലിട്ട പൈസ എന്ന് പറഞ്ഞാൽ ഇത് വെല്ലോന്റെ കൈ കിടക്കുന്ന സാധനമാണ്. ഇപ്പൊ ആ ഹോർമൂസ് സ്ട്രൈറ്റ് കുറച്ച് ദിവസത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോ നമ്മളൊക്കെ ഇവിടെ വില കൂട്ടി ഇത്ര കിട്ടില്ലെന്നുള്ള പേടിച്ചു, പല പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ നമുക്ക് എന്തിന് ഈ പെട്രോളിയത്തെ നമുക്ക് ഇനി തുടർന്ന് ഉപയോഗിക്കണം? എന്തിന് നമ്മൾ വളരെ ഹാർഡ് ഏൺഡ് ആയി കിട്ടുന്ന വിദേശ കറൻസി ഈ മറ്റു രാജ്യങ്ങൾക്ക് വെറുതെ ഇന്ധനത്തിന് വേണ്ടി നമ്മൾ കൊടുക്കണം? നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഇന്ധനം, ഓൾട്ടർനേറ്റ് ഇന്ധനം, ബദൽ ഇന്ധനം നമുക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അതിലേക്ക് മാറേണ്ടത് രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് വളരെ നല്ലതാണ്, പുരോഗതിക്ക് വളരെ നല്ലതാണ്, രാജ്യത്തിന്റെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ്. മാത്രമല്ല ഇതൊരു റിന്യൂവബിൾ സോഴ്സ് കൂടിയാണെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഒരു പേടിയും കൂടാതെ ഈ ഇന്ധനം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് ആൽക്കഹോൾ, എത്തനോൾ എന്ന് പറയുന്ന ആ ഒരു സാധനം. അതാണ് ഭാവിയുടെ ഒരു വലിയ വാഗ്ദാനമാണ് എത്തനോൾ. അപ്പൊ എത്തനോൾ 85 ചേർത്ത അല്ലെങ്കിൽ 100% എത്തനോൾ ആയിട്ടുള്ള ഫ്യൂവൽ ഇറക്കിയാൽ ഇപ്പോഴത്തെ വാഹനങ്ങളൊന്നും ഓടില്ല, അതിനകത്ത് ഓടിക്കാൻ പറ്റില്ല. അത് സത്യമാണ്. പക്ഷേ ഇനി ഇറക്കാൻ പോകുന്ന കാറുകളെല്ലാം ഈ ഫ്ലക്സ് ഫ്യൂവൽ എഞ്ചിനുകൾ വെച്ചതാണ്. അതായത് ആ എഞ്ചിനകത്ത് സെൻസറുകൾ ഉണ്ടാവും. ആ സെൻസർ ഈ കാറിൽ അടിക്കേണ്ട ഇന്ധനത്തിനകത്തുള്ള ഈ പെട്രോൾ ആൽക്കഹോൾ അനുപാതം, അത് 100% ആൽക്കഹോൾ ആണോ അല്ലെങ്കിൽ വേരിയിങ് പ്രൊപ്പോർഷൻസ് ഓഫ് പെട്രോൾ ആൻഡ്
ആൽക്കഹോൾ ആണെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് അതിന്റെ ഇൻടേക്ക് വാൽവും അതിന്റെ കമ്പസ്റ്റിനും എല്ലാം പ്രോഗ്രാം ചെയ്യും. വാൽവ് ടൈമിങ്ങുകളെല്ലാം പ്രോഗ്രാം ചെയ്ത് അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും, നമ്മൾ അറിയില്ല. അപ്പൊ ഇത് ഒരു പ്രശ്നമേ ആവില്ല പുതിയ ഫ്ലക്സ് ഫ്യൂവൽ കാറുകൾക്ക്. അതുപോലെ തന്നെ ഈ ടെക്നോളജി നമ്മുടെ നാട്ടിൽ പണ്ടേ മാറി. ഡീസൽ വാഹനങ്ങൾ പ്രൈവറ്റ് കാറുകൾക്ക് നിരോധിക്കേണ്ട കാലം പണ്ടേ കഴിഞ്ഞു. അത് വളരെ ഓട്ടോറിക്ഷ ഡീസലുകൾ നിരോധിക്കേണ്ട കാലം പണ്ടേ കഴിഞ്ഞു. ഡീസൽ ഒരു കൊമേഴ്ഷ്യൽ ട്രാൻസ്പോർട്ട് വെഹിക്കിളായിട്ട് മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ആൽക്കഹോൾ മാത്രമാണ് നമുക്ക് ഏക പരിഹാരം. നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്കും അത് പൊല്യൂഷൻ രീതിയിലുള്ള നന്മയ്ക്കും സാമ്പത്തിക രീതിയിലുള്ള വളർച്ചയ്ക്കും അത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ നിതിൻ ഗഡ്കരി മറ്റെല്ലാ രാജ്യങ്ങളും ആലോചിക്കുന്നത് പോലെ, പെട്രോളിയം ഉള്ള രാജ്യങ്ങൾക്ക് അത് ആലോചിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ബ്രസീൽ പോലത്തെ രാജ്യങ്ങൾ എത്രയോ ദശകങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ചെയ്തു. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോഴെങ്കിലും ചിന്തിക്കാൻ തുടങ്ങിയതിന് അയാളെ അപ്രീസിയേറ്റ് ചെയ്യാണ് നമ്മൾ വേണ്ടത്. കാരണം ഈ നാടിന്റെ അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ചും മനുഷ്യന്റെ ആരോഗ്യത്തെക്കുറിച്ചും നാടിന്റെ വിദേശ കറൻസിയെക്കുറിച്ചൊക്കെ ചിന്ത ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു തോന്നലൊക്കെ തോന്നാൻ കാരണം. അപ്പൊ അതിന് ചില ആഭാസപരമായിട്ടുള്ള ചില കമന്റുകളുണ്ട്. അങ്ങേരുടെ മകന് ഡിസ്റ്റിലറി ഉണ്ട്, അങ്ങേര് ഈ നിയമം കൊണ്ടുവന്നത് ആ മകനെ സാമ്പത്തികമായിട്ട് അദാനിക്ക് മുകളിൽ വളർത്താൻ വേണ്ടിയിട്ടാണ്, കള്ളനാണ്, കൊള്ളക്കാരനാണ്. എന്തൊരു വിഡ്ഢിത്തരാണ്. നിങ്ങൾ അത് നെറ്റിലൊന്ന് അടിച്ചു നോക്കി. ഇന്ന് ഇന്ത്യയിൽ ആൽക്കഹോൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളിൽ അതിന്റെ 5 അയലക്കത്ത് പോലും നിതിൻ ഗഡ്കരിയുടെ മകന്റെ കമ്പനി വരില്ല. അതിനേക്കാളൊക്കെ എത്രയോ പാരി പോലത്തെ കമ്പനികളൊക്കെ വേറെ ഉണ്ട്. കണ്ടമാനം ഇന്ത്യയിലെ ഏറ്റവും മേജർ ആൽക്കഹോൾ പ്രൊഡ്യൂസേഴ്സ് എല്ലാം അവരാണ്. അതായത് ഷുഗർ കെയിൻ റിലേറ്റഡ് ബിസിനസ് നടത്തുന്ന വലിയ കമ്പനികളാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്നത്. നിതിൻ ഗഡ്കരിയുടെ മകനും ഒരു കമ്പനി തുടങ്ങി. ഓഫ് കോഴ്സ് ഭാവിയുടെ ഇന്ധനമായിട്ട് ആൽക്കഹോൾ വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും അത് ചെയ്തത്. അതെന്താ അതിന്റെ തെറ്റ്? സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കോ. ഇപ്പൊ എനിക്ക് പെൻഷൻ പറ്റിയ ആനുകൂല്യം കൊണ്ട് ബാംഗ്ലൂർ ഇപ്പൊ അത് പെൻഷൻ പറ്റിയിട്ട് 10 വർഷമായി. അല്ലെങ്കിൽ ഞാൻ പെൻഷൻ പറ്റിയ എന്റെ ഭാര്യയുടെ പെൻഷൻ ആനുകൂല്യം കൊണ്ട് ഞാൻ ബാംഗ്ലൂർ പോയി ഒരു ആൽക്കഹോൾ കമ്പനി തുടങ്ങിയാനേ. തൽക്കാലം അത് പറ്റില്ല, കാരണം അതൊക്കെ വഴിയാതരായിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊക്കെ വെറും ആഭാസമാണ്. നമുക്ക് ഒരു പാരാഡിം ഷിഫ്റ്റ്, അതായത് നമ്മളൊരു ഇന്ന് വരെ നമുക്ക് ശീലിച്ച ഒരു മാനദണ്ഡത്തെ കണ്ണും മൂക്കും അടച്ച് എതിർക്കുക എന്ന് പറയുന്നത് മലയാളിയുടെ ജന്മ സ്വഭാവമാണ്. നമ്മൾക്ക് കമ്പ്യൂട്ടറിനെ എതിർത്ത ചരിത്രം, ട്രാക്ടറിനെ എതിർത്ത ചരിത്രം, എന്തിന് സ്ത്രീകൾ ചുരിദാർ ഇടാൻ നേരത്തെ ഇവിടെ കേരളത്തിന്റെ ആകാശം ഇടിഞ്ഞു വീഴുന്നു വരെ പറഞ്ഞ് എന്തെല്ലാം ബഹളങ്ങൾ. ഇപ്പൊ തന്നെ സ്ത്രീകൾക്ക് ഒരു സൗജന്യം കൊടുത്തതിന് എന്തെല്ലാം ബഹളം. ഒരു മാറ്റത്തെയും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ കരിങ്കല്ല് പോലെ ഉറച്ച ഒരു മരിച്ച മനസ്സാണ് ഈ മലയാളിയുടെ. അതുകൊണ്ട് മാത്രമാണ് ഈ E85 പെട്രോളിനെയും E100 പെട്രോളിനും വന്നപ്പോൾ ഇത്രമാത്രം ബഹളം. അതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി പറയുകയാണെങ്കിൽ ഓക്കെ. E20 കമ്പൈലന്റ് ആയിട്ടുള്ള പെട്രോൾ, ഇപ്പൊ എന്റെ വണ്ടി E20 കമ്പൈലന്റ് ആണ്, അതിനകത്ത് E85 ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ നാളെ മുതൽ ഇനി ഇവിടെ E85 E100 ഉള്ളൂ, സാധാരണ പെട്രോൾ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എല്ലാ പമ്പിലും ഈ മറ്റു രാജ്യങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണ്. സാധാ പെട്രോൾ ഉണ്ട്, E20 ഉണ്ട്, E85 ഉണ്ട്, E100 ഉണ്ട്. E20 ഏതായാലും ഒരു വണ്ടിക്കും കാര്യമായ കുഴപ്പമുണ്ടാകും. ജസ്റ്റ് അതിന്റെ ആ ഗാസ്കറ്റ്, ഓറിങ്സും പെട്രോൾ പൈപ്പും മാത്രം മാറ്റിയാൽ വേറൊരു കുഴപ്പമുണ്ടോ? അല്ലെ ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ വണ്ടിയും E20 കമ്പൈലന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ മാറ്റത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇനി മാറ്റത്തെ അംഗീകരിക്കാനൊക്കെ പറ്റിയത് നല്ലതാണെന്ന് അറിയാവുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവര് അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ട് ഇങ്ങനെ പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിതിൻ ഗഡ്കരിയുടെ മോൻ ഇപ്പൊ കോടീശ്വരനോ ആയിക്കോട്ടെ, അയാൾ കോടീശ്വരനാവും, എന്താ കുഴപ്പം? നമ്മുടെ നാട്ടിലെ ചിറ്റലപ്പള്ളിക്കോ അല്ലെങ്കിൽ നമ്മുടെ യൂസഫ് അലിക്കോ തുടങ്ങാൻ പാടില്ലേ ഒരു വലിയ ഡിസ്റ്റിലറി? ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തുടങ്ങാൻ പാടില്ല എന്നുള്ളത്? സോ എനിബഡി ക്യാൻ സ്റ്റാർട്ട്. അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്നേ. ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കണം. ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ച് ഇനി പോട്ടെ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല. ഇനി അടുത്ത ആരോപണം എന്ന് പറയുന്നത്, ഇതങ്ങ് വന്ന് ഇന്ത്യയിലെ കാറുകളെല്ലാം E85 E100 പെട്രോൾ ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ കടുത്ത ഭക്ഷ്യ ദൗർലഭ്യം ഉണ്ടാവും. കാരണം അരിയും ഗോതമ്പും ചോളവും എല്ലായിടത്തും ഉമ്മാരെ പട്ടചാരായാക്കിയിട്ട് കാറിലൊഴിക്കും. എന്ത് വിഡ്ഢിത്തരാണ് പറയുന്നത് അറിയോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഇനി അങ്ങനെ ചെയ്താൽ തന്നെ ഇന്ത്യ ഇന്ന് ഭക്ഷ്യ ഉൽപാദനത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭയങ്കര സർപ്ലസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാണ്. പോട്ടെ, പക്ഷെ ആൽക്കഹോൾ ഉണ്ടാക്കാനായിട്ട് ഈ ഗോതമ്പും ചോളവും കരിമ്പും ഒന്നും മാത്രം വേണ്ടെന്നേ. അതിനല്ല വേറെ 100,000 മാർഗങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ കരിമ്പാട്ടിക്കഴിഞ്ഞ് ശർക്കര പഞ്ചസാര ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി വരുന്ന മൊളാസസ് അത് ഈസി ആയിട്ട് ആൽക്കഹോളാക്കി മാറ്റാം. കരിമ്പിന്റെ ചണ്ടി, നെല്ലിന്റെ വൈക്കോല്, ചോളത്തിന്റെ തണ്ട്, അങ്ങനെ ഇല, പുല്ല്, സർവത്ര സാധനത്തെ നമുക്ക് സെല്ലുലോസിനെ നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്ത് സ്റ്റാർച്ചാക്കി ആ സ്റ്റാർച്ചിനെ നമുക്ക്
ആൽക്കഹോളാക്കി മാറ്റാൻ പറ്റും. അതിനുള്ള ടെക്നോളജി ഇപ്പൊ ഉണ്ട്, അതിനുള്ള സാങ്കേതിക ടെക്നോളജി ഇപ്പൊ ഉണ്ട്. ഇതുവരെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ടാണ്. വൺസ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ സർവ്വ പുല്ലും ചവറും ചപ്പും മുഴുവൻ നമുക്ക് ആൽക്കഹോളാക്കി ഇന്ധനമാക്കി മാറ്റാം. അത് മുഴുവൻ റിന്യൂവബിൾ ആണ്. കാരണം ഇന്ന് പുല്ല് വെട്ടിയെടുത്ത് പട്ടച്ചാരയൊക്കെ നാളെ 10 ദിവസം കഴിയുമ്പോഴത്തേക്കും പുല്ല് അതുപോലെ തന്നെ വളർന്നു. കളനാശിന് ഒഴിച്ചാൽ പോലും വളർന്നു വരുന്ന സാധനമാണ് പുല്ല്. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് റിന്യൂവബിൾ സോഴ്സ് ആണ്. ഇനി ഈ വൈക്കോല് ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ ഡൽഹിയിൽ പൊല്യൂഷൻ ഏറ്റവും കൂടുതൽ ആടപ്പ് ചെയ്യുന്ന ഈ പഞ്ചാബിൽ ആ ഭാഗത്തൊക്കെ ഉള്ള കൃഷിക്കാര് വൻതോതിൽ ഈ ഉപയോഗശൂന്യമായ ഈ ഓർഗാനിക് മാറ്റർ ചണ്ടി, ഈ വൈക്കോല് ചോളത്തിന്റെ തണ്ടൊക്കെ ഇട്ട് കത്തിച്ചിട്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി അതൊന്നും കത്തിക്കണ്ട, അതൊക്കെ സുഖമായിട്ട് നമുക്ക് എത്തനോളാക്കി മാറ്റാം. അറക്കപ്പൊടി, ഈ മരത്തിന്റെ ഈ വേസ്റ്റ് സാധനങ്ങളെല്ലാം നമുക്കിനി എത്തനോളാക്കി മാറ്റാം. ഇനി അതുമല്ലെങ്കിൽ ഇന്ത്യയിൽ റിലയൻസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോളിയം റിഫൈനറി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇന്ത്യയിൽ ധാരാളം വേറെ റിഫൈനറീസ് ഉണ്ട്. എല്ലാ റിഫൈനറികളിലും പെട്രോളിയം റിഫൈൻ ചെയ്യുമ്പോൾ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എത്തിലിൻ ഗ്യാസ് ഉണ്ടാവും, ഈഥീൻ ഗ്യാസ് ഉണ്ടാവും. ഇതിനെല്ലാവരും ഈഥീൻ അല്ലേ, ഈഥേനല്ലോ, ഈഥീൻ ഗ്യാസ് ഉണ്ടാവും, എത്തിലിൻ ഗ്യാസ് ഉണ്ടാവും. ഈ എത്തിലിൻ ഗ്യാസ് വെറുതെ നഷ്ടപ്പെട്ടു പോവാണ്. ഈ എത്തിലിൻ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്തിട്ട് അതിനെ ഹൈ ടെമ്പറേച്ചറിൽ ഹൈ പ്രഷർ സ്റ്റീമുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അതിനെ ആൽക്കഹോളാക്കി മാറ്റാൻ പറ്റും. അപ്പൊ ഓൾറെഡി ഇപ്പൊ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന എത്തിലിൻ ഗ്യാസിനെ നമുക്ക് ആൽക്കഹോൾ. അപ്പൊ ആൽക്കഹോൾ ഉണ്ടാക്കാനായിട്ട് ഈ ചോളവും ഗോതമ്പും അരിയൊന്നും അല്ലാതെ വേറെ 100,000 മെത്തേഡ്സ് ഉണ്ട്. ഇനി ഇതിന് ചെലവ് കൂടുതലെന്ന് വിചാരിക്കുക, ഇങ്ങനെ ആൽക്കഹോൾ ഉണ്ടാക്കുന്നതിന് ചെലവ് കൂടിയപ്പോലും ഇപ്പോഴത്തെ പെട്രോളിന്റെ വിലയ്ക്ക് അത് വിൽക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ പോലും അത് ഇന്ത്യക്ക് എന്തുമാത്രം മെച്ചമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യത്തിനും നമ്മുടെ വരും തലമുറയുടെ ആരോഗ്യത്തിനും എത്രമാത്രം മെച്ചമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. ആൽക്കഹോൾ കത്തിക്കഴിഞ്ഞാൽ, എത്തിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ഇതേൽ ആൽക്കഹോൾ കത്തിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡും വാട്ടറും മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ അകത്ത് സൾഫറിന്റെ പ്രശ്നം ഉണ്ടാവുന്നില്ല. ആകെയുള്ള പ്രശ്നം അതിന്റെ കലോറിഫിക് വാല്യൂ വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ഊർജ്ജത്തിന്റെ സാന്ദ്രത വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ച് കൂടുതൽ നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടി വരുന്ന മാത്രമേ ഉള്ളൂ. പെട്രോളിയത്തിന് അത്രയും കലോറിഫിക് വാല്യൂ ഇല്ലെന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പക്ഷെ ക്ലീൻ ബേണിംഗ് ഫ്യൂവലാണ് ആൽക്കഹോള്. അപ്പൊ അതുകൊണ്ട് ഈ വിഡ്ഢിത്തരവും രാഷ്ട്രീയ വിരോധവും നിതിൻ ഗഡ്കരിയുടെ മോന് കാശുണ്ടാവുന്നുള്ള സങ്കടമൊക്കെ നിങ്ങൾ മറന്നിട്ട് നിങ്ങൾ കാര്യത്തിലേക്ക് പോവാ. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റത്തെ അംഗീകരിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് മലയാളിയാണ് അതിന് ലോകത്തിലെ ഏറ്റവും വലിയ എക്സാമ്പിൾ. കമ്പ്യൂട്ടറിനെ തല്ലിപ്പൊട്ടിച്ചു, കമ്പ്യൂട്ടറിനോട് തെറി പറഞ്ഞു, കമ്പ്യൂട്ടറിനെതിരെ നമ്മൾ പുസ്തകം വരെ എഴുതി. ആ എഴുതിയവന്മാരുടെ എല്ലാം കക്ഷത്തിൽ ഇപ്പൊ മാക് ലാപ്ടോപ്പും ആപ്പിളിന്റെ ഫോണുമാണ് കയ്യിരിക്കുന്നത്. ട്രാക്ടറിന്റെ കാര്യം പറയാനില്ല. അപ്പൊ നമ്മൾ ആ വിഡ്ഢിത്തരം ഇനി ആവർത്തിക്കണോ എന്ന് ആലോചിച്ച് നോക്കാം. E20 ഇപ്പൊ എല്ലാ പെട്രോളിലും കിട്ടും, ഇനി E85 കിട്ടും, E100 കിട്ടും. കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറിയേ പറ്റുള്ളൂ. കോലം മാറിയില്ലെങ്കിൽ നമ്മൾ ഒരു പടുവിഡ്ഢികളായിട്ട് തള്ളപ്പെടും എന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല. നിതിൻ ഗഡ്കരിയുടെ മോനോ ഇനി യൂസഫ് അലിയുടെ മോനോ അല്ലെങ്കിൽ ചിറ്റലപ്പള്ളിയുടെ മോനോ ആർക്കെങ്കിലും കാശുകാരെ ഇതൊക്കെ തുടങ്ങിക്കോട്ടെന്നേ, നാട് നന്നാവട്ടെന്നേ. ആ വിദേശ പണം നമുക്ക് വേറെ എന്തെല്ലാം നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഓക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ ഈ പൊട്ടന്മാരോട്.